നമ്മളെല്ലാവരും സിനിമ കാണുന്നവരാണ്. എന്നാൽ നമ്മൾ കണ്ട സിനിമകളിൽ അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള വിചിത്രമായ സംഭവങ്ങളും കൂടാതെ സിനിമകളുടെ പിന്നിൽ സംഭവിച്ച നമ്മൾ അറിയാതെ പോയ രസകരമായ കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്കിൾ ബൺ 1991 ഭദ്രൻ സംവിധാനം ചെയ്ത മോഹൻലാൽ സിനിമയാണ് അങ്കിൾ ബൺ. സിനിമയിൽ വണ്ണമുള്ള മോഹൻലാലിനെ കാണിക്കുന്നതിന് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വസ്ത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ സിനിമയുടെ തുടക്കഭാഗത്തായി മോഹൻലാലിന്റെ അച്ഛനായി കാണിക്കുന്ന മറ്റൊരു മോഹൻലാലിനെ കാണാൻ കഴിയും. അച്ഛൻ കഥാപാത്രമായി അഭിനയിക്കുന്ന മോഹൻലാലിന്റെ തല 360 ഡിഗ്രി കറങ്ങുന്നതായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്താ നോക്കുന്നത്? എന്നാൽ ആ സമയത്ത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഗ്രാഫിക്സ് സജീവമായിരുന്നില്ല. എന്നാൽ ഇതിന്റെ ഒന്നും സഹായമില്ലാതെ എങ്ങനെയാണ് 360 ഡിഗ്രി തല കറങ്ങുന്നത് ഉൾപ്പെടെ സിനിമയിലെ സ്പെഷ്യൽ എഫക്റ്റ് സീക്വൻസുകൾ ഷൂട്ട് ചെയ്തതെന്ന് സിനിമ കണ്ടപ്പോൾ പലർക്കും ഉണ്ടായിട്ടുള്ള ചില സംശയമാണ്. അതിനുള്ള ഉത്തരമാണ് ആർട്ട് ഡയറക്ടർ സാബു സിറിൽ സംവിധായകനും സിനിമാറ്റോഗ്രാഫറുമായ എ വിൻസെന്റിന്റെയും മകൻ ജയൻ വിൻസെന്റിന്റെയും സഹായത്തോടെ സ്പെഷ്യൽ എഫക്റ്റ് ഫോട്ടോഗ്രാഫി കൊണ്ടുവരികയും അവർ അത് ഉപയോഗിച്ചാണ് അത്തരം സീക്വൻസുകൾ ഷൂട്ട് ചെയ്തത്. വാസ്തവത്തിൽ ഒരു പ്രത്യേക അന്തരീക്ഷം രൂപപ്പെടുത്തുകയും അഭിനേതാക്കളുടെ ചുറ്റും ആർട്ടിഫിഷ്യൽ എഫക്റ്റ് ഉണ്ടാക്കി ആർട്ട് വർക്കിന്റെ സഹായത്തോടെ ഒറിജിനലായി തോന്നിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇത്തരം രംഗങ്ങൾ. 360 ഡിഗ്രി തല കറങ്ങുന്ന സമയത്ത് മോഹൻലാലിന്റെ കഴുത്തിന് താഴോട്ടുള്ള ശരീരം ഉണ്ടാക്കിയെടുക്കുകയും അതിന്റെ പിന്നിൽ മോഹൻലാൽ തിരിഞ്ഞു നിന്നുകൊണ്ട് തല കറക്കുകയാണ് ചെയ്തത്. അവിടെ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി സ്പെഷ്യൽ ഫോട്ടോഗ്രാഫി എഫക്റ്റ് അവർ ചുറ്റും കൊടുക്കുകയാണ് ചെയ്തത്. വൈശാലി 1989 MTയുടെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണ് വൈശാലിയുടെ പിന്നിലെ കഥകളെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. വൈശാലി സിനിമയുടെ ക്ലൈമാക്സിൽ അംഗരാജ്യത്ത് മഴ പെയ്യുന്ന സമയത്ത് ബാബു ആന്റണി അവതരിപ്പിക്കുന്ന ലോമപാതൻ എന്ന രാജാവ് പ്രജകളോടായി ഉച്ചത്തിൽ പറയുന്ന ഒരു വലിയ ഡയലോഗുണ്ട്. കൃതജ്ഞത പ്രകടിപ്പിക്കുവാൻ വാക്കുകൾ അശക്തങ്ങളാണ്. എന്റെ ഈ മഹാരാജ്യം കന്യാധനമായി ഏറ്റുവാങ്ങി എന്റെ മകളെ അങ്ങയുടെ പത്നിയായി സ്വീകരിച്ച് അനുഗ്രഹിക്കൂ. എന്നാൽ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് നല്ല മഴയും തണുപ്പും മൂലം ശരീരം വിറയ്ക്കുന്നതിനാൽ ബാബു ആന്റണിക്ക് ആ ഡയലോഗ് പറയാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഒരുപാട് ടേക്കുകൾ പോയി. നേരം വൈകുന്നതും ലൈറ്റ് പോകുന്നതും മൂലം മഴയുടെ തണുപ്പിൽ ബാബു ആന്റണി ഡയലോഗ് എളുപ്പത്തിൽ പറയുന്നതിന് വേണ്ടി MT വാസുദേവൻ നായർ ഒരു സൂത്രം പ്രയോഗിച്ചു. അതായിരുന്നു ഒരു ഗ്ലാസ് മദ്യം. തണുപ്പ് മൂലം ശരീരം വിറയ്ക്കുന്നതിനാൽ ഒരു ഗ്ലാസ് മദ്യം ബാബു ആന്റണിക്ക് കൊടുത്ത ശേഷം ഡയലോഗ് മുഴുവൻ പറയിപ്പിച്ചിട്ട് ഷൂട്ട് ചെയ്യുകയാണ് അവർ ചെയ്തത്. വാസ്തവത്തിൽ ഒരു ഗ്ലാസ് മദ്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്ലൈമാക്സ് തന്നെ MT വേഗം ഷൂട്ട് ചെയ്ത് തീർത്തു. എന്തായാലും ബാറോസ് ഈ വർഷം പുറത്തിറങ്ങാൻ പോകുന്ന മോഹൻലാലിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ബാറോസ് എന്ന ഫാന്റസി സിനിമ. സിനിമയുടെ ആദ്യത്തെ ഷൂട്ടിംഗ് സ്കെഡ്യൂള് കോവിഡ് കാരണം മുടങ്ങി പിന്നീട് പല കാരണങ്ങളാൽ അഭിനേതാക്കളെ മാറ്റുകയും സിനിമ മുഴുവനുമായി റീഷൂട്ട് ചെയ്തതിനെക്കുറിച്ചുമെല്ലാം നമ്മൾ അറിഞ്ഞതാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ബാറോസിലെ പ്രധാന കഥാപാത്രങ്ങൾ മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു കോവിഡ് വാക്സിൻ. 2021 സിനിമ ഷൂട്ട് തുടങ്ങിയപ്പോൾ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചത് അമേരിക്കൻ വംശജരായ കൊച്ചുകുട്ടികളും മുതിർന്നവരുമായിരുന്നു. എന്നാൽ ചില ആരോഗ്യ നിയമങ്ങൾ മൂലം അമേരിക്കയിലുള്ളവർ കോവിഡ് വാക്സിൻ ഉപയോഗിച്ചിരുന്നില്ല. അവർക്ക് കോവിഡ് വാക്സിനേഷൻ ഉപയോഗിക്കാനും താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ വന്ന് സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ കോവിഡ് വാക്സിനേഷൻ നിർബന്ധമായി എടുക്കുകയും ചെയ്യണമായിരുന്നു. ആ ഒരു പ്രശ്നം മൂലം ഷൂട്ടിംഗ് മാറ്റിവെക്കേണ്ടി വന്നു. അതുമാത്രമല്ല, 1 വർഷത്തോളം കഴിഞ്ഞപ്പോൾ ആദ്യം അഭിനയിച്ച അമേരിക്കൻ വംശജരുടെ പ്രായത്തിലും ശരീരത്തിലും മാറ്റങ്ങൾ വന്നു. ഇത് സിനിമയുടെ കണ്ടിന്യൂറ്റിക്ക് ഒരു പ്രശ്നമാകുമായിരുന്നു. അത്തരം ചില കാരണങ്ങൾ മൂലമാണ് സിനിമയിലെ പല കഥാപാത്രങ്ങളെ മാറ്റി സിനിമ റീഷൂട്ട് ചെയ്തത്. എന്നാൽ ഇത് 2 രാജ്യങ്ങളിലുള്ള വ്യക്തികളുടെ പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ അവർ ഔദ്യോഗികമായി ഈ ഒരു കാരണം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും വാക്സിനേഷൻ പറ്റിച്ച ഒരു പണിയെ. ഓം 2023 തമിഴ് സിനിമയായ ജയിലർ റിലീസായപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ച ഒരു കഥാപാത്രമായിരുന്നു ശിവരാജ് കുമാറിൻ്റേത്. ആ സമയം മുതൽ മലയാളികൾ ശിവരാജ് കുമാറിന്റെ ഒരുപാട് സിനിമകൾ കാണാൻ തുടങ്ങി. അങ്ങനെ മലയാളികൾ ഏറ്റവും കൂടുതൽ ആ സമയത്ത് സംസാരിക്കുകയും കാണുകയും ചെയ്തിരുന്ന ഒരു സിനിമയായിരുന്നു 1995 ഉപേന്ദ്രൻ സംവിധാനം ചെയ്ത ഓം എന്ന കന്നഡ സിനിമ. ഈ സിനിമയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യപ്പെട്ട സിനിമയാണ് ഓം. 400ഓളം തിയേറ്ററുകളിൽ 550ഓളം തവണയാണ് ഈ ಸಿನಿಮಾ റിലീസ് ചെയ്തിട്ടുള്ളത്. ನಾನು ಇದೇ ಪರಿಸ್ಥಿತಿಯಲ್ಲಿದ್ದೆ. ಆಗ ನಿನ್ನ ದೃಷ್ಟಿಲಿ ನಾನು ಹೇಡಿಯಾಗಿದ್ದೆ, ಸ್ವಾರ್ಥಿಯಾಗಿದ್ದೆ. ಈಗ ನೀನೇನು? ബാംഗ്ലൂരിലെ ഒരു തിയേറ്ററിൽ മാത്രം 30 തവണയാണ് ഓം റിലീസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്കറിയാമോ,
കന്നഡ സിനിമയുടെ തലവര മാറ്റി വരച്ച ഈ ഒരു ഗാങ്സ്റ്റർ സിനിമയ്ക്ക് വീണ്ടും ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ മറ്റൊരു സിനിമയിലും ഇങ്ങനൊരു രീതി കാണാൻ കഴിയില്ല. അധോലോക നായകന്മാരുടെ കഥ പറയുന്ന ഈ ഒരു ഗാങ്സ്റ്റർ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം ഗുണ്ടകളും വാസ്തവത്തിൽ യഥാർത്ഥ ഗാങ്സ്റ്റർ ഗുണ്ടകളാണ്. അതുമാത്രമല്ല, പല ഗുണ്ടകളും ജയിലിൽ നിന്നും ജാമ്യത്തിൽ വന്നിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ചില ഗാങ്സ്റ്റർ നേതാക്കന്മാരായിരുന്നു ജയതരഹള്ളി കൃഷ്ണപ്പ, ബെക്കിനക്കണ്ണ് രാജേന്ദ്ര, കുരങ്ങ്, തൻവീർ എന്നിവ. അതുമാത്രമല്ല, സിനിമയുടെ സംവിധായകനായ ഉപേന്ദ്രയുടെ അനുജന്റെ സുഹൃത്തായ പുരുഷി എന്ന ഗാങ്സ്റ്ററുടെ ജീവിതത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് ഈ ഒരു സിനിമ. ഇത്തരത്തിൽ ഇന്ത്യൻ സിനിമയിൽ ഈ ഒരു സിനിമ മാത്രമേ ഉള്ളൂ. വെറും 70 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഈ ഒരു സിനിമ കോടികൾ വാരി ഇൻഡസ്ട്രി ഹിറ്റ് ആവുകയാണ് ചെയ്തത്. ഓം എന്ന ഈ ഒരു സിനിമ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ദയവായി ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക. കണ്ണൂർ സ്ക്വാഡ് 2023 റോബി വർഗീസ് സംവിധാനം ചെയ്ത സിനിമയാണ് കണ്ണൂർ സ്ക്വാഡ്. സിനിമയിൽ കിഷോർ അവതരിപ്പിച്ച IPS ഓഫീസറുടെ പേര് മനു നീതി ചോളൻ എന്നാണ്. എന്നാൽ ഈ ഒരു പേര് വെറുതെ കഥാപാത്രത്തിന് കൊടുത്ത ഒന്നല്ല. അതിന്റെ പിറകിൽ കൃത്യമായൊരു ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇന്ത്യയുടെ തെക്കേ ഭാഗം മുതൽ ശ്രീലങ്ക വരെ ഭരിച്ചിരുന്ന ചോള വംശത്തിലെ ഒരു രാജാവായിരുന്നു എല്ലാളൻ. തന്റെ പ്രജകൾക്ക് നീതി കൊടുക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരാളായിരുന്നു എല്ലാളൻ രാജാവ്. ഒരിക്കൽ രാജാവിന്റെ മകൻ ഒരു പാവപ്പെട്ട വ്യക്തിയുടെ കാളക്കുട്ടിയുടെ മുകളിലൂടെ രഥം കയറ്റി കൊന്നതിന്റെ പേരിൽ നീതി നടപ്പാക്കുന്നതിനായി തന്റെ സ്വന്തം മകന്റെ ശരീരത്തിലൂടെ രാജാവ് രഥം കയറ്റുകയുണ്ടായി. നീതിക്ക് വേണ്ടി കണ്ണടച്ച് പ്രവർത്തിക്കുന്ന എല്ലാളൻ രാജാവിന്റെ ആളുകൾ മനുസ്മൃതിയിലെ നീതി പിൻപറ്റുന്ന വ്യക്തി എന്ന നിലയിൽ മനു നീതി ചോളൻ എന്ന പേരിൽ വിളിച്ചു. ഇന്നും മദ്രാസ് ഹൈക്കോടതിയുടെ മുൻപിൽ നീതി നടപ്പിലാക്കുന്ന ഉത്തമ ജഡ്ജിയുടെ പ്രതിരൂപമായി മനു നീതി ചോളന്റെ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്. കണ്ണൂർ സ്ക്വാഡിലേക്ക് വരുമ്പോൾ യഥാർത്ഥ പ്രതികളെ പിടിച്ച് നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി സ്ക്വാഡിനെ സപ്പോർട്ട് ചെയ്യുകയും അധികാരികളുടെ വാക്കിന് വഴങ്ങിക്കൊടുക്കാതെ നീതി നടപ്പിലാക്കുന്ന പോലീസ് ഓഫീസർക്ക് തിരക്കഥാകൃത്ത് കൊടുത്ത മനു നീതി ചോളൻ എന്ന പേര് എന്തുകൊണ്ടും തീർത്തും അനുയോജ്യമാണ്. ഹേയ് റാം 2000 കമൽഹാസൻ തിരക്കഥയും സംവിധാനം ചെയ്ത സിനിമയാണ് ഹേയ് റാം. സിനിമയുടെ രണ്ടാം പകുതിയിൽ കമൽഹാസൻ മുറിയിലെ മേശയുടെ ഡ്രോ തുറന്ന് ഒരു തോക്കെടുക്കുന്ന സീനുണ്ട്. Choose your weapons. വാസ്തവത്തിൽ അത് ഹിറ്റ്ലർ ഉപയോഗിച്ച ഹിറ്റ്ലറിന്റെ തോക്കായ വാൾട്ടർ പിസ്റ്റലാണ്. അതിനുശേഷം സിനിമയിൽ സ്വസ്തിക്കിന്റെ സിംബൽ കാണിക്കുന്നുണ്ട്. ഹിറ്റ്ലറുടെ ജർമ്മൻ നാസി പാർട്ടി സ്വസ്തികയെ ആര്യൻ വംശത്തിന്റെ ചിഹ്നമായി സ്വീകരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഹിറ്റ്ലർ ഉപയോഗിച്ച ഈ ഒരു സിംബിൾ പുരാതന ഇന്ത്യയിലെ മതപരവും സാംസ്കാരികതയുടെയും പ്രതീകമായ സ്വസ്തികയുടെ ലോഗോയിൽ നിന്നും ഇൻസ്പയർ ആയി ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഹേ റാമിൽ കമൽഹാസൻ ഹിറ്റ്ലറുടെ വാൾട്ടർ പിസ്റ്റലും നാസി പാർട്ടിയുടെ സ്വസ്തി ലോഗോയും സിനിമയിൽ കാണിച്ചതിന്റെ ഒരു ബ്രില്യൻസ് വേറെയാണ്. കാരണം വളരെ വിവാദമായ ഈ ഒരു സിനിമ നിർമ്മിക്കരുത് എന്ന് കമൽഹാസനോട് ഒരുപാട് ആളുകൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവരുടെ എതിർപ്പെല്ലാം വാസ്തവത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കാത്ത ഹിറ്റ്ലറിന്റെ എതിർപ്പിനോട് സമാനമായിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് എതിർപ്പുകളെ അതിജീവിച്ച് സിനിമ എടുത്തപ്പോൾ കമൽഹാസൻ ഹിറ്റ്ലറിന്റെ വാൾട്ടർ ഗണ്ണും സ്വസ്തിക് ലോഗോയും സിനിമയിൽ ഉൾപ്പെടുത്തിയത്. ഛോട്ടാ മുംബൈ 2007 അൻവർ റഷീദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഛോട്ടാ മുംബൈ. സിനിമയിലെ ആരും മറക്കാത്ത ഒരു കഥാപാത്രമാണ് സിദ്ദിഖ് അവതരിപ്പിച്ച മുള്ളൻ ചന്ദ്രപ്പൻ. സിദ്ദിഖ് ഇന്നേ വരെ ഈ ഒരു മേക്ക് ഓവറിൽ ഒരു സിനിമയിലും വന്നിട്ടില്ലായിരുന്നു. എന്നാൽ സിനിമയിൽ സിദ്ദിഖ് സംസാരിക്കുമ്പോൾ വളരെ കുട്ടിത്തം നിറഞ്ഞ സൗണ്ടാണ് കാണിക്കുന്നത്. ആശാനെ ദോശ തന്നില്ലെങ്കിൽ ആശാൻ അത് മാത്രം പറയരുത്. തലേ ഞങ്ങൾ ചീത്താക്കിയിട്ടില്ല, ആരാധിച്ചിട്ടേ ഉള്ളൂ. ഈ ചേച്ചി ഒന്ന് കുളിപ്പിച്ചു തരുമോ? ജയിലിൽ നിന്ന് വന്നിട്ട് ഞാനും കുളിപ്പിച്ചു തരാം. എന്നാൽ ആ ഒരു കാലഘട്ടങ്ങളിൽ സിദ്ദിഖ് ഒരുപാട് വില്ലൻ വേഷങ്ങളിൽ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ സംസാരിച്ച വ്യക്തിയായിരുന്നു. പ്രതി ലോക്കപ്പിൽ ആത്മഹത്യ ചെയ്തു, അതായിരിക്കണം നാളത്തെ ഹെഡ്ലൈൻ. ഇത് നീ മൂപ്പിൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഇല്ലാത്ത ഒരു ഇടപാടിന്റെ പേരും പറഞ്ഞ് കോടതിയിൽ നിന്ന് വാങ്ങിച്ചെടുത്ത കള്ള ഇഞ്ചക്ഷൻ അല്ലടാ പലിശപ്പിള്ള. ഈ അച്ചുവിന്റെ വീട്ടിൽ നിന്ന് അമ്പലത്തിലെ കാശ് അടിച്ചു മാറ്റിയത് ആരാ? ഞാനാ. എന്നാൽ ഛോട്ടാ മുംബൈയിൽ കാണിക്കുന്ന സിദ്ദിഖിന്റെ വളരെ കുട്ടിത്തം നിറഞ്ഞ വോയിസ് സംഭവിച്ചത് ഡബ്ബിംഗ് റൂമിലെ ഒരു സൂത്രപ്പണിയിലാണ്. സിനിമയിൽ വളരെ നോർമലായി ഡയലോഗ് പറയുകയും എന്നാൽ ഡബ്ബിംഗ് സമയത്ത് ഈ ഒരു കുട്ടിത്തം നിറഞ്ഞ സൗണ്ട് കിട്ടുന്നതിന് വേണ്ടി ഡബ്ബിംഗ് സ്റ്റുഡിയോയിലെ മൈക്ക് തലയ്ക്ക് മുകളിലായി ഉയർത്തി കെട്ടുകയും ശേഷം തല ഉയർത്തി പിടിച്ചുകൊണ്ട് മുകളിൽ കെട്ടിവെച്ചിരിക്കുന്ന മൈക്കിലേക്ക് നോക്കി സംസാരിച്ചുകൊണ്ടാണ് സിദ്ദിഖ് ആ സിനിമയിൽ കുട്ടിത്തം നിറഞ്ഞ സൗണ്ട് പുറപ്പെടുവിച്ച് ഡബ്ബ് ചെയ്തത്. കാന്തവലയം 1980 IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് കാന്തവലയം. മലയാള സിനിമകളിൽ കഥാപാത്രങ്ങൾക്ക് പല വ്യത്യസ്ത പേരുകൾ കൊടുത്തിട്ടുള്ളത് നാം കണ്ടിട്ടുണ്ട്. മനസ്സറിയാതെയിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മമ്മൂട്ടി എന്ന പേര് കൊടുത്തതും കുറുക്കന്റെ കല്യാണത്തിൽ സുകുമാരന്റെ കഥാപാത്രത്തിന് ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ എന്ന പേര് കൊടുത്തതുമെല്ലാം വളരെ വ്യത്യസ്തമായ ഒന്നാണ്. ഹലോ മിസ്റ്റർ ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. എന്നാൽ ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് മനുഷ്യൻ എന്ന പേരുള്ളത് തീർത്തും വിചിത്രമായ ഒന്നാണ്.
കാന്തവലയം എന്ന സിനിമയിൽ വാസ്തവത്തിൽ ജയന് ഒരു പേരില്ല. പേരില്ലാതെ ജയൻ അഭിനയിച്ച ഒരേ ഒരു സിനിമയും ഇതാണ്. സിനിമയിൽ ജയന് പേരില്ലെങ്കിലും സിനിമയുടെ തിരക്കഥയിൽ ജയന് കൊടുത്ത ഒരു പേര് മനുഷ്യൻ എന്നാണ്. ഒരു കഥാപാത്രത്തിന്റെ പേര് മനുഷ്യൻ, തീർത്തും വിചിത്രമായ ഒന്ന്. എന്നാൽ ഈ സിനിമയിൽ ജയന്റെ സ്റ്റൈലും സ്വാഗും ഡയലോഗ് ഡെലിവറിയും ആക്ഷനുമെല്ലാം ഒരു രക്ഷയില്ല. എങ്ങനെ ഇരിക്കുന്നു എന്റെ ആളുകളുടെ പ്രകടനം? ജപ്പാനിൽ പോയാണ് അവരിത് പഠിച്ചത്. എങ്ങനെയുണ്ട് എന്റെ പ്രകടനം? ഇത് ഞാൻ കേരളത്തിലെ തെരുവിൽ നിന്നും പഠിച്ചതാണ്. അവൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പല ടാക്സികളിലും കയറാറുണ്ട്, പക്ഷേ അതിന്റെ നമ്പറുകൾ ഓർക്കാറില്ല. ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർ ദയവായി സമയം കിട്ടുമ്പോഴൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.